ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെ എന്ത് മാറ്റം സംഭവിക്കും? എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അയ്യപ്പനോടോ ശബരിമലയോടോ ഉള്ള പിണറായി വിജയന്റെ സ്നേഹം കൊണ്ടാണോ, ഭക്തി കൊണ്ടാണോ? ഇതൊക്കെ ഉയർത്തുന്ന ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. 2018 യുവതീ പ്രവേശ വിഷയത്തിൽ പാർട്ടിക്കും പിണറായി വിജയനും കനത്ത തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഹിന്ദു വോട്ടുകൾ നന്നായ രീതിയിൽ തന്നെ ചോർന്നു എന്നും പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. ആ ചോർച്ചയിൽ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2019 ബി ജെ പി നേടിയ വോട്ടല്ല 2024 നേടിയത്. അത് വലിയൊരു മുന്നേറ്റമാണ്. ഇനിയിപ്പോൾ 2025 അവസാനം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി വലിയ നേട്ടം കൊയ്യും എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് 2026 ബി ജെ പി കേരളത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കും. വോട്ടു വിഹിത വർധനവല്ല നോട്ടം, മറിച്ച് സീറ്റുകൾ നേടുക എന്നുള്ളതാണെന്ന് പാർട്ടി തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് 2026 ബി ജെ പി കേരളം ഭരിക്കും എന്നും. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്തിനു വേണ്ടി അയ്യപ്പ സംഗമം നടത്തി എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ, നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ തനിക്ക് കിട്ടില്ല, CPM-ന് കിട്ടില്ല എന്ന് ഉറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നുള്ള മുസ്ലിം സമുദായ വോട്ടുകൾ കിട്ടില്ല എന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. തീവ്ര മുസ്ലിം സ്വഭാവത്തോടു കൂടിയ ജമാഅത്തെ ഇസ്ലാമി ആയാലും PDP ആയാലും വെൽഫെയർ പാർട്ടി ആയാലും SDPI, പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം കൂടി ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. അത് UDF-ന് സഹായകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവിടെ ഇനിയിപ്പോൾ ന്യൂനപക്ഷ സംഗമവും വരുന്നുണ്ട്. അതിലൂടെയും അവരെ പ്രീണിപ്പിച്ച് വോട്ട് സമാഹരിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് പിണറായി വിജയൻ നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തില് അവിടെ ആള് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതല്ല ചർച്ചാ വിഷയമായി മാറുന്നത്. മറിച്ച് 1 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗത്തിലൂടെ പിണറായി വിജയൻ താൻ തന്നെ സൃഷ്ടിച്ച യുവതീ പ്രവേശം, അതില് അയ്യപ്പനോടും കേരള ജനതയോടും മാപ്പിരക്കുകയായിരുന്നു. അയ്യപ്പനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. അയ്യപ്പന്റെ അവതാരങ്ങളെ കുറിച്ച് വീണ്ടും വാഴ്ത്തുന്നു. അങ്ങനെ പലതരത്തിലും അയ്യപ്പന്റെ ഇടമായ ശബരിമല ലോകമെമ്പാടും അറിയിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് പിണറായി വിജയൻ മാറുന്നു. വിവിധ മതസ്ഥരുടെ ഒരു സംഗമ സ്ഥാനമാണ്, സംഗമ ഭൂമിയാണ് ശബരിമല എന്ന് പറയുന്നുണ്ട്. അതായത് അയ്യപ്പന്റെ ഉറക്ക് പാട്ടായ ഹരിവരാസനം ആലപിക്കുന്നത് ജന്മം കൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ വന്ന യേശുദാസാണ് എന്ന് പറയുന്നു. അയ്യപ്പ കീർത്തനങ്ങൾ പിണറായി വിജയൻ പ്രസംഗത്തിൽ പരാമർശിക്കുന്നു. പ്രസംഗവും എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം പ്രമാണിച്ച് ആ ഒരു മറവിൽ നിന്നുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. പേര് എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരില്. അപ്പോൾ പിണറായി വിജയനും വേദിയിലുള്ള എല്ലാവർക്കും തന്നെ ഉപഹാരം നൽകുന്നുണ്ട്. പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഉപഹാരം എന്ന് പറയുന്നത് അയ്യപ്പന്റെ ഒരു ചെറു വിഗ്രഹ മാതൃകയിലുള്ള ഒന്നാണ് നൽകിയത്. അത് പിണറായി വിജയൻ ഏറ്റുവാങ്ങുമ്പോൾ അയ്യപ്പന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചതിന് തുല്യമാണ്. ശ്രീകോവിലിന് മുന്നിൽ സാഷ്ടാംഗം 8 അവയവങ്ങൾ തറയിൽ സ്പർശിക്കുകയാണ് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ. അങ്ങനെ നമസ്കരിച്ചതിന് തുല്യമായി മാറുകയാണ്. എന്തായിരുന്നു 2018 നമ്മൾ കണ്ടത്?
ശബരിമല, പമ്പ, നിലയ്ക്കൽ, പെരുന്നാട്, പത്തനംതിട്ട, വടശ്ശേരിക്കര, പന്തളം, ചങ്ങനാശ്ശേരി എന്നീ ഭാഗങ്ങളിൽ തീർത്ഥാടകരുടെ നേരെ നടത്തിയിട്ടുള്ള അതിക്രമം, പോലീസ് തേർവാഴ്ച, ഭക്തജനങ്ങളുടെ മേൽ കുതിരകയറ്റം, അവരെ തെരുവിൽ അവഹേളിക്കുന്നു. 12,000 പ്രതികളാണ്, 6,000 കേസുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതൊന്നും തന്നെ പിൻവലിക്കാതെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ തരത്തിൽ ഭക്തജനങ്ങളെ വെല്ലുവിളിച്ച ആ മണ്ണിൽ പോയി നിന്നുകൊണ്ടാണ് 1 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തിയത്. ശബരിമലയെ പ്രകീർത്തിക്ക് സംസാരിക്കുന്നു. ശബരിമല സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ഒരു വർഷം 300-350 കോടിയാണ് ശബരിമലയിലെ വരുമാനം. നിത്യപൂജയുള്ള ഇടമല്ല, ഓർക്കണം. ഒരു വർഷത്തെ തീർത്ഥാടന കാലത്ത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് 1,500 കോടിയാണ് എത്തുന്നത് തീർത്ഥാടന കാലത്ത്. അതായത് ഒരു ഭക്തൻ മല കയറി ഇറങ്ങുമ്പോൾ കുറഞ്ഞത് 200 രൂപയാണ് സർക്കാർ ഖജനാവിലേക്ക് പോകുന്നത്. കേരളത്തിന്റെ മാർക്കറ്റ് ഉണരുകയാണ് ചെയ്യുന്നത്. ശബരിമല യുവതീ പ്രവേശം നടത്തിയപ്പോൾ കേരളത്തിലെ സാമ്പത്തികത്തിനുണ്ടായ ഇടിവെന്ന് പറയുന്നത് ചില്ലറയല്ല. നമുക്കറിയാം, പലതരത്തിൽ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം പലരും നടത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോഴും കൊണ്ട് MLA ആണല്ലോ. അദ്ദേഹം അങ്ങനെ കിടന്ന് ബഹളം കൂട്ടിക്കഴിഞ്ഞപ്പോൾ തമിഴ്നാടുമായി വലിയ തർക്കവും ബഹളവും ഒക്കെയായി തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചരക്ക് വരാതായി. അക്കൊല്ലത്ത് തീർത്ഥാടന വേളയിൽ മകരവിളക്ക് കാലത്ത് ശബരിമല ശൂന്യമായിരുന്നു. ശബരിമലയെ തകർക്കാനുള്ള ശ്രമം തന്നെയായിട്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തി തൊട്ട് അയൽ സംസ്ഥാനത്തെ വെറുപ്പിച്ചത്. ഇപ്പോൾ എവിടെ പോയി? പലതരത്തിൽ ശബരിമലയെ തകർക്കാൻ പലരും ശ്രമം നടത്തി. ശബരിമല എല്ലാ കാലത്തും എല്ലാ വിവാദങ്ങളെയും അതിജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ ഇപ്പോൾ അയ്യപ്പന്റെ കാൽക്കൽ വീഴേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത്രത്തോളം വ്യക്തിപരമായിട്ടും കുടുംബത്തിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കകത്തും പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിനുള്ള ഒരു പ്രായച്ചിത്തം എന്ന രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം പോയത്. അതിൽ ഈ അയ്യപ്പ പ്രതിഷ്ഠ തന്നെ ഏറ്റുവാങ്ങിയത് അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് കേരള രാഷ്ട്രീയത്തിനകത്ത് എന്ത് ചലനമായിരിക്കും? ഞാനിതാ അയ്യപ്പനെ നെഞ്ചേറ്റി കഴിഞ്ഞു, അയ്യപ്പ ഭക്തനായി കഴിഞ്ഞു പിണറായി എന്നാണ് വേദിയിലുണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെ പ്രഖ്യാപിച്ചത്. അങ്ങനെ അയ്യപ്പ ഭക്തനായി തീർന്ന പിണറായി വിജയനിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്ത് ചലനമാകും ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് കാത്തിരിക്കാം.